ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലേക്കാണ്. ഇത് എവിടെയാണ്, എന്താണ്, ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ അതിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതും കൂടെ പറഞ്ഞു തരാം. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പൊന്നുന്നത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് ചെറുവള്ളി ദേവി ക്ഷേത്രം. ഇത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ഭദ്രകാളിയാണ്. ചെറുവള്ളി അമ്മ എന്ന ഭഗവതി എന്നറിയപ്പെടുന്നുണ്ട്. മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത പ്രതിഷ്ഠയാണ് ജഡ്ജി അമ്മാവൻ. ശൈവ പൂജ എന്ന് പറയും. നീതിമാനായ ജഡ്ജി അമ്മാവനോട് പ്രാർത്ഥിച്ചാൽ കോടതി കേസുകൾ വിജയിക്കുകയും മറ്റൊരു വിശ്വാസം കൂടി ഉണ്ട് ഇതിന് കാരണം അനേകരുടെ കേസ് ഫയലുകൾ ഇദ്ദേഹത്തിനെ ദർശിക്കാൻ എത്തുന്നു എന്നതാണ്. വെള്ളിയാഴ്ച ദിവസം ഭഗവതിയുടെ പൂജകൾ എല്ലാം കഴിഞ്ഞ് നടയടച്ചതിന് ശേഷം മാത്രമാണ് 8 മണിക്കാണ് ഇത് തുറക്കുകയുള്ളൂ. പിന്നെ 45 മിനിറ്റ് നേരത്തേക്ക് നട തുറക്കും. ഇപ്പം ചെറുവള്ളി ക്ഷേത്രത്തില് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെയുള്ള കുറച്ച് ഈ ഒരു ടൈം നല്ലപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് എത്രയാണ്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പറഞ്ഞാൽ മാത്രമാണ് ലൈക്ക് ചെയ്യുന്നത്. ലൈക്ക് ചെയ്യുകയാണെങ്കിലും എനിക്ക് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമുക്ക് ബാക്കി സ്റ്റോറി ഞാൻ പറഞ്ഞു തരാം. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ജഡ്ജി അമ്മാവൻ. ദേവി സന്നിധിയിലും മോശം പ്രാപിച്ച് തിരുവല്ല രാജമുപുര മഠത്തിലെ ഗോവിന്ദപിള്ളയെയാണ് ഈ പേര് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയുടെ കോടതിയിലെ ജഡ്ജിയായിരുന്നു അദ്ദേഹം. പിന്നെ സത്യസന്ധനും നീതിമാനുമായിരുന്ന അദ്ദേഹം മികച്ച രീതിയിൽ ശിക്ഷകൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു പോകുന്നു. എന്നാൽ ഒരിക്കലും എന്തോ തെറ്റിദ്ധാരണ പേരിൽ സ്വന്തം അനന്തരവനെ അദ്ദേഹത്തിന്റെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അനന്തരവൻ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം വധശിക്ഷ നടപ്പിലാക്കാൻ അദ്ദേഹം ധർമ്മരാജാവിനോട് അഭ്യർത്ഥിച്ചു. ധർമ്മരാജാവ് മനസ്സില്ലാ മനസ്സോടെ അത് നടപ്പിലാക്കി. ഇങ്ങനെ ദുർമരണം സംഭവിച്ച ജഡ്ജിയുടെ പ്രേതം പല സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നുവെന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുമാണ് ഗൈസ് പറയുന്നത്. ഒടുവില് പ്രശ്നവിധി പ്രകാരം അദ്ദേഹത്തെ ചെറുവള്ളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു മാറിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ സിനിമാതവൻ ദിലീപ്, അങ്ങനെ കുറെ ഫേമസ് ആൾക്കാരൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് ചെറുവള്ളി ക്ഷേത്രത്തില് ഇപ്പോൾ കലാപരിപാടികളൊക്കെ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയ സമയത്ത് ദേവിക്ക് അത്താഴ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രൗണ്ടിൽ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്നത് എനിക്ക് തോന്നുന്നു തെയ്യമാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ നാടൻ പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് വീഡിയോ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ നിൽക്കുമ്പോൾ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ കൂടെയാണെങ്കിൽ എൻ്റെ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു. പിന്നെ ചേട്ടായിയുടെ പെങ്ങളുടെ മക്കളും പിന്നെ ചേട്ടായിയുടെ അനിയനും എല്ലാവരും കൂടെ ആയിരുന്നു ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. അപ്പം ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ നല്ലൊരു ശിവന്റെയും പാർവതിയുടെയും ഒരു അടിപൊളി ഒരു ഫ്ലോട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അത് മാത്രമല്ല അവിടുന്ന് കുറച്ച് എന്നിട്ട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് മേടിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ അത് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.